ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചേച്ചിയും തേജപ്പനൊക്കെ തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേജപ്പൻ നമ്മുടെ ഒപ്പട്ട കിടന്നിട്ടുണ്ടായിരുന്നത്. തേജപ്പനും മാതൃശേട്ടും ഞാനും ഉണ്ണിയും കൂടിയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് രാവിലെ കറണ്ട് പോയിട്ടോ, ഒരു 5 മണിയാകുമ്പോൾ ഞങ്ങൾ ജനല തുറന്നിട്ടു. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. ഉഷ്ണിച്ചിട്ടൊരു ഇതായിട്ടുണ്ടായിരുന്നു. ജനല തുറന്നിട്ട് പിന്നെ സ്വർഗ്ഗമായിരുന്നു കേട്ടോ. 2 എണ്ണം മിനിറ്റിലെ ഭയങ്കര ഉറക്കാനുണ്ടാ. എന്റെ ചായ കൂടി ഒക്കെ കഴിഞ്ഞിട്ടാ. നന്നായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരം പോയി ചായ കുടിച്ചു. വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടാ. അപ്പൊ എന്നാ നൂൽപുട്ടും തേങ്ങാപ്പാലായിരുന്നു. അപ്പൊ അത് കഴിച്ചപ്പോ ഒരു സമാധാനം. മാതൃശാലൊന്നും നെഞ്ചിട്ടില്ല. എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ പോയിട്ട് നേരെ ചായ എടുത്ത് കുടിച്ച്. അമ്മ ഇത് കിച്ചുവിന് മരുന്ന് കൊടുക്കട്ടെ. കിച്ചുവിന്റെ മരുന്നൊക്കെ ഒരു വൃത്തികെട്ട ടേസ്റ്റാണ്. ആ സ്മെല്ല് ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരും കേട്ടോ. അതെങ്ങനെയാണ് അവ കുടിക്കണേ. അത് കഴിഞ്ഞിട്ട് മൂപ്പറുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞിട്ട് അമ്മ ഇതേ വയമ്പും പീനാരൊക്കെ തൊട്ടുകൊടുക്കട്ടോ. എൻ്റെ മേലൊക്കെ അപ്പിയിട്ടിട്ട് ആകെ നാട്ടിച്ചു കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് വേഗം കുളിച്ചു. പിന്നെ ഇത് ചേച്ചി ഇത് അടിച്ചു വരുന്നുണ്ട്. അവൾക്ക് ഇവിടെ വന്നു വെച്ചെങ്കിൽ ഈ അടിച്ചോരലും ഈ ഒതുക്കലും മസ്റ്റാണ്. ഇതിപ്പോ തൊട്ടിട്ടുള്ള സ്വഭാവമല്ല കേട്ടോ. ചെറുപ്പം തൊട്ടേ ഇവൾ ഇങ്ങനെയാണ്. ഇതിന്റെ പേരിൽ ഞങ്ങൾ എത്ര അടി ഉണ്ടാക്കിയേക്കെന്ന് നമ്മുടെ കിച്ചപ്പം അതേ പിന്നെ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കിച്ചുവിനെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. കാരണം എനിക്ക് എൻ്റെ റൂമൊക്കെ ഒന്ന് ഒതുക്കാണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് കുടഞ്ഞു വരിക്കുക, പുതപ്പൊക്കെ ഒന്ന് മടക്കിക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് ഇതേ ആദർശേട്ടനൊക്കെ ഉറക്കത്തുനിന്ന് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ചേട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ മുന്നേ ചായ കുടിച്ചുല്ലോ. അങ്ങനെ അച്ഛൻ്റെ നിന്ന് കിച്ചുവിനെ അങ്ങോട്ട് വാങ്ങിച്ചു കേട്ടോ. കിച്ചുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ ഉറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അവനച്ഛൻ ഉറക്കം വന്ന് കണ്ണൊക്കെ ഇങ്ങനെ മാളി മാളി പോവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓരോന്നിങ്ങനെ പറയുമ്പോൾ ഫോണിക്ക് ഇങ്ങനെ നോക്കാട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേജപ്പൻ ഇത് അവൻ്റെ പാപ്പൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പം മൂപ്പര് ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് അതുമ്പോൾ തോണ്ടി കുത്തിയിരിക്കുന്നുണ്ട്. കിച്ചപ്പം ഇതേ ഉറങ്ങിയപ്പോൾ അവന് കണ്ണും ബിരികൊക്കെ എഴുതി കൊടുത്തോട്ടോ. അപ്പം ഇങ്ങനെ ഫോണിക്ക് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം 2 ദിവസമായിട്ട് രാവിലെ തൊട്ടേ നല്ല മഴയാണ് കേട്ടോ. നിൽക്കാതെ പെയ്യാണ്. ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഗൈസ്, ഞങ്ങൾ ഉറങ്ങി എണീറ്റു. കിച്ചു ശുണ്ടറിലായോ ചോദിക്കൂ. നമ്മുടെ കുട്ടി ശുണ്ടിരിയായോ? പിന്നെ ഇത് ചേച്ചിയുടെയൊക്കെ കുളി കഴിഞ്ഞു. പിന്നെ അത് എല്ലാവരും അകത്തിരിപ്പ് തന്നെയാട്ടോ. കാരണം പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ പിന്നെ പാപ്പനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചപ്പൻ നമ്മുടെ അച്ചാച്ചൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മഴ ഇങ്ങനെ പെയ്യുന്ന കാരണം നമുക്ക് പിന്നെ ഒന്നിനും ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. റൂമിൽ ഇങ്ങനെ ഇരിക്കുക, സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. ടെലഗ്രാമിലെ ബാലൻ സിനിമയുടെ ലിങ്കൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഇതേ തേജപ്പനും മാതൃശേനും കൂടിയിട്ട് കിച്ചുവിനും അങ്ങനെ ഇരുന്ന് കളിപ്പിക്കട്ടോ, ചിരിക്കാൻ വേണ്ടിയിട്ട്. ആദർശേട്ടൻ അച്ഛൻ ഓരോ കാണിച്ചു കൂട്ടുമ്പോൾ അവൻ അതൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ ചാടിക്കുന്നത് കേട്ടോ. തേജപ്പം പാപ്പ എന്തുട്ടാ ചെയ്യണേന്ന് ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കട്ടെ. പക്ഷെ ഇതൊക്കെ ആള് മൂപ്പരിങ്ങനെ നോക്കി കണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞു വെച്ചാൽ ഇതേപോലെ കാണിക്കും. അങ്ങനെ ഉണ്ണീനെ ചിരിപ്പിക്കാൻ വേണ്ടി നോക്കൂട്ടാ. പിന്നെ ഇതേ 2 എണ്ണം കൂടിയിട്ട് അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. കിച്ചുവച്ചങ്ങ കിട്ടിയ താപ്പിനെ പിടിച്ച് മാന്തി പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടാ. പിന്നെ ഇതേ കളിച്ചിട്ട് കിച്ചപ്പൻ നൈസായിട്ട് കമന്നൂട്ടാ. ഇവൻ ഒറ്റയ്ക്ക് ഇതിപ്പോ ഒറ്റയ്ക്ക് കമന്നതാണ്. പക്ഷെ അവൻ എപ്പോഴും അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഇതിപ്പോ നമ്മളെല്ലാവരും ഒരു സൈഡ് ചിരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇവരെല്ലാരും കൂടി ഉള്ളപ്പോൾ നൈസായിട്ട് ഇങ്ങനെ കമന്നതായിരുന്നു കേട്ടോ. കിച്ചുവിന് കമന്ന് കിടക്കാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ എടുത്ത് കഴിഞ്ഞു വെച്ചാൽ അവൻ ഭയങ്കര അലമ്പാക്കിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചിങ്ങനെ മലത്തി എടുത്തുട്ടാ. അങ്ങനെ നമ്മുടെ കിച്ചു ഇതേ തേജപ്പന്റെ മുഖമൊക്കെ തൊട്ടോക്കുണ്ട്. അങ്ങനെ കുറെ നേരം തലോടി കൊടുക്കുകയൊക്കെ ചെയ്യൂട്ടോ. അപ്പൊ ആദർശേട്ടനാച്ചെങ്കിലും താടി അടക്കം ഇങ്ങനെ അവന്റെ മുഖത്ത് അല്ല കയ്യിന്റെ അവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറെ നേരം കിടന്ന് ഇങ്ങനെ ഒഴിയൂട്ടാ. അങ്ങനെ നമ്മൾ വീണ്ടും കിച്ചപ്പനെ കമത്തി ഇട്ടുട്ടാ. ഇനിയിപ്പോൾ അധികം നേരം നിൽക്കുന്നു. ഇനി കുറച്ച് ഇങ്ങനെ കാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ആ അലമ്പാക്കൂട്ടാ. എന്നാലും കുറച്ച് നേരം ഇങ്ങനെ കെടുത്തു അവനെ. പിന്നെ ഞാൻ ഇരുന്നിട്ട് ബാലൻസ് സിനിമ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ ഒരു രംഗം കണ്ടിട്ടാ. ആദർശനോടെ എന്തൊക്കെയോ നമ്മുടെ തേജപ്പൻ ചെയ്യുന്നുണ്ട്. തേജുവിന് അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ ഉണ്ണിയുടെ പഴയ കൺമഷി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുന്നൊരു ഹെർബൽ കാജിലാണ് ഉണ്ണിക്ക് യൂസ് ചെയ്തായിരുന്നു. ഇപ്പോൾ അത് യൂസ് ചെയ്യണില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ജയ് കാജിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ ഒരു പച്ച പെട്ടിയിലുള്ള കാജിൽ കിട്ടില്ലേ, ജയ് കാജിൽ, അതാട്ടോ അപ്പോൾ ഉണ്ണിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പഴയ കാജിൽ വെച്ചിട്ട് തേജപ്പൻ അവിടെ പാപ്പൻ്റെ മേത്ത് ടാറ്റു അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആദർശേട്ടൻ അച്ഛൻ എല്ലാത്തിനും വെച്ച് കൊടുക്കൂട്ടോ. ആദർശേട്ടൻ ഇങ്ങനെ മസാജ് ചെയ്യുക, മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സംഭവം കേട്ടോ. അപ്പോൾ അതേ കണ്ണൊക്കെ വാലിട്ട് നല്ല ഭംഗിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പൊട്ട് തൊട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്ന് നോക്കുന്നുണ്ട് എന്തപ്പോൾ അവൻ ചെയ്യണേ നോക്കിയിട്ട്. അങ്ങനെ അച്ഛൻ നല്ല പ്രാന്ത് തന്നെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇതേ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ തേജു കാണിച്ചു കൊടുക്കണം ബഡ്സ് കൊണ്ടാണ് എഴുതണേന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ കിച്ചപ്പം ഫുള്ള് പിന്നെ അവൻ്റെ വല്യമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ. കുറേ നേരം അവളുടെ ഒപ്പം ആയിരുന്നു കേട്ടോ കളിച്ചായിരുന്നു. അപ്പം ഞാൻ എന്തായിരുന്നു, ഞാൻ സിനിമ കണ്ട് ഫുള്ളാക്കായിരുന്നു. അങ്ങനെ കിച്ചുവിനെ അവൾ എടുത്തുണ്ടായി കിടന്നു. അപ്പോൾ കിച്ചുവും വല്യമ്മയും തേജപ്പനെ കൂട്ടിയിട്ട് ഇവിടെ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. തേജപ്പൻ കുറച്ച് നേരം എൻ്റെ ഒപ്പം സിനിമ കാണാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ വല്യമ്മയായിട്ട് ഭയങ്കര കളിയിലാട്ടോ മൂപ്പര്. വർത്താനം പറയില്ല, ചില സമയത്ത് നോട്ടം നോക്കിട്ട് ഇങ്ങനെ നിൽക്കുന്നു. വർത്താനം പറയട്ടെ, നല്ല ചിരിക്കുള്ളേ.
പിന്നെ കിരൺചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിട്ടോ. അങ്ങനെ ആദർശേട്ടൻ്റെ ഇതൊരു 2 വർഷം മുന്നത്തെ ഷർട്ടാട്ടോ. ഇതൊരു ഷേപ്പാക്കാൻ കൊടുത്തിട്ട് ഇതുവരെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നാളെ ചേട്ടൻ കോഴിക്കോട് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തുനിന്ന്. അങ്ങനെ ഇത് ഇവിടെ വന്നപ്പോൾ 2 പേരും ഒരേപോലെ, ഇവളും മഞ്ഞയിലെ വെള്ളപ്പൂക്കള്, ആദർശേട്ടൻ വെള്ളയിൽ മഞ്ഞപ്പൂക്കൾ കേട്ടോ. പിന്നെ കിച്ചൂട്ടൻ അവന്റെ കിരമാമന്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും കരയാന്നുള്ള മട്ടിലാട്ട് ഇരിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ കിരൺ ചേട്ടനെ കാണുമ്പോൾ ഇവൻ എന്താ തോന്നണേന്നിട്ടാ. പിന്നെ ചേച്ചിയെ കളിക്കുമ്പോൾ അവൻ അങ്ങനെ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതേ വിനീഷേട്ടൻ വന്നിട്ടുണ്ടായിട്ടോ. ചേട്ടന് വർക്കുള്ളതുകൊണ്ട് തന്നെ ചേട്ടൻ പിറ്റേ ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്ന് രാത്രി ആകുമ്പോൾ പോവും ചെയ്തിരുന്നു കേട്ടോ. പിന്നെ കിച്ചു നല്ല കരച്ചിലായിട്ട് നിൽക്കാതെ ഭയങ്കര കരച്ചിലായിരുന്നു കിരൺ ചേട്ടനെ കാണുമ്പോൾ. അത് കഴിഞ്ഞിട്ട് വിനീഷേട്ടനും കളിപ്പിക്കുമ്പോൾ ഭയങ്കര ചിരിട്ടോ. അങ്ങനെ അമ്മ എടുത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴും അതേട്ടോ, അങ്ങോട്ട് ഇവരെ കാണുമ്പോൾ മാത്രമേ കരയുള്ളൂ. പിന്നെ അവൻ അങ്ങോട്ട് നോക്കണില്ല, തല അങ്ങോട്ട് തിരിച്ചു വെച്ചേക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് വിനീഷേട്ടൻ വന്ന് വിളിച്ചോണ്ട് അപ്പോൾ വിനീഷേട്ടൻ അങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. പിന്നെ സങ്കടം വന്നു തുടങ്ങിയിട്ട് അവന്. നല്ല സമയത്താണ് ഇങ്ങോട്ട് വാ. വലിയ പൂത്തിനെ കാണിച്ചു കൊടുക്കാനായിരുന്നു. 2 അടിച്ചോ കൈ ഉറക്കണ്ടെങ്കിൽ കൈ ഉറക്കണ്ടേ ഇത് പിടിക്കേ. അത് തെറ്റ് കുട്ടിയുടെ കഷ്ടപ്പാട് നോക്കില്ലേ. ആ തലയൊക്കെ പോയി. പിന്നെ ഒരു 12:30 ആറായി. ഇപ്പോൾ ചേട്ടന് നന്നായി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചേട്ടന് ചോറ് കൊടുത്തു. അപ്പോൾ വിനീഷേട്ടനൊക്കെ കുറച്ച് നേരം കേട്ട് കഴിക്കണുള്ളൂ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ ഒപ്പം കമ്പനിക്ക് അപ്പോൾ അങ്ങനെ ഞാനും ചോറിനാൻ വേണ്ടി ഇരുന്നുണ്ട്. അപ്പം നമുക്ക് മീൻ വറുത്തത്, മീൻകറി, മുട്ട പൊരിച്ചത്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ചോറിനാൻ വേണ്ടി ഇരുന്നു. ആദർശേട്ടൻ്റെ സിനിമ കണ്ടിട്ട് ചോറുണ്ടായിരിക്കുന്നതാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ചേട്ടനും ചേച്ചിയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടോ. പിന്നെ അമ്മ ഇത് കിച്ചപ്പനെ ആട്ടി ഉറക്കുന്നുണ്ട് കേട്ടോ തൊട്ടിയിലിട്ടിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തേജപ്പൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. പിന്നെ ഇതേ അതും ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് നമുക്ക് റീൽസ് എന്തെങ്കിലും എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നോക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവരായിട്ട് വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചു എനിട്ടുണ്ടായിട്ട് അപ്പോൾ അവന് പാല് കൊടുത്തിട്ട് വീണ്ടും അത് ഉറങ്ങിയപ്പോൾ അവൻ്റെ ഒപ്പം ഞാൻ അങ്ങനെ നല്ല ഉറക്കം ഉറങ്ങിയിട്ടാ. അങ്ങനെ കിച്ചു എനിട്ടപ്പോൾ പിന്നെ ഞാനും എനിട്ടൂട്ടാ. അങ്ങനെ കുറച്ചു നേരം വീണ്ടും റൂമിൽ തന്നെ വന്നിരുന്നു കേട്ടോ. അത് ഉണ്ണിനെടുത്തിരിക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് അച്ഛൻ വന്നിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ എടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ അതോടെ പ്ലിങ് ആയിട്ട് ഇരിക്കാൻ. അപ്പോൾ ആദർശനം പറയാൻ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഇപ്പം തന്നെ എത്തുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കരയും കേട്ടോ. അങ്ങനെ പിന്നെ ഇതേ നമ്മൾ മന്തി കഴിക്കാൻ പോവാം. അപ്പോൾ ChatGPT അടുത്ത് ചോദിക്കാം, ഇന്ന് മന്തി കഴിക്കുമ്പോൾ പൈസ ആരാ കൊടുക്കണ്ടേന്ന് കേട്ടോ. അപ്പോൾ ChatGPT പറഞ്ഞ ആളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവരിൽ ആരാണ് മന്തി മേടിച്ചു തരേണ്ടത്? ഇന്നത്തെ മന്തി വിനേഷ്, ഇന്നത്തെ മന്തി എല്ലാരും പ്രാർത്ഥന. പിന്നെ ഇത് എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കാട്ടോ. ചായ കുടിച്ചിട്ട് പുറത്തേക്ക് മീൻസ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പാടോ അങ്ങനെ എന്തെങ്കിലും പോയിട്ട് റെയിൻ കോട്ട് ഇട്ട് ഡാൻസ് കളിക്കാന്നാണ് ഇവർ കുറച്ച് നേരം മുന്നേ ഇരുന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് കണ്ടുപിടിച്ച സംഭവം. അപ്പോൾ എന്തായാലും അമ്മ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ ഇതേ കിച്ചപ്പനെ ഞങ്ങൾ സ്ട്രോളറിലൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം അവനെ പാട്ടൊക്കെ വെച്ചിട്ട് മറ്റേ നമ്മുടെ വോക്കറിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ സ്ട്രോളറിൽ കിടത്തിയിട്ട് പിന്നെ നമ്മുടെ വലിച്ചുണ്ട്, വലിച്ചിൻ്റെ അച്ഛനൊക്കെ മുന്നേ ചായ കുടിച്ചു. പിന്നെ ഇതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാട്ടോ. കിച്ചു ഇനി സ്ട്രോളറിൽ കിടന്ന് കളിച്ചോളും. ആദർശാൻ്റെ അച്ഛൻ ചായ കുടിക്കാൻ വരാനും പറ്റുന്നില്ല. കാരണം നമ്മുടെ AC കേടായിട്ടുണ്ടായിരുന്നു. സോറി ഗൈസ്, AC ഇല്ല കേട്ടോ. നമ്മൾ ACയുടെ പ്ലഗ് കുത്തുന്ന സംഭവം ഉണ്ടല്ലോ, അതുമൊക്കെ കറണ്ട് വരുന്നില്ല. അപ്പം നമ്മൾ ഫോണിന്റെ ചാർജറൊക്കെ വെച്ച് കുത്തുമ്പോഴും അതിക്കൊന്നും കറണ്ട് വന്നിടുന്നില്ല കേട്ടോ. അപ്പോൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കാട്ടോ. അങ്ങനെ ചേട്ടൻ വേഗം പറഞ്ഞു കൊടുത്തിട്ട് വേഗം വന്ന് ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ഇത് മറ്റേ അട പുഴുങ്ങിയതാട്ടോ. ചേച്ചി ഇന്ന് രാവിലെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അവൾക്ക് അട പുഴുങ്ങിയത് ഉണ്ടാക്കി തരുമെന്ന്. അപ്പം അമ്മ വൈകിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ അത്. അങ്ങനെ ഇത് നമ്മളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കാട്ടോ. പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും ഇത് വർത്താനം പറഞ്ഞിരിക്കാട്ടോ. അപ്പൊ തേജുവിന്റെ അടുത്ത് ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ കിച്ചപ്പൻ അവന്റെ വല്യമ്മയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ആദർശയുടെ എന്തോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ദേവൂട്ടൻ മാളും എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പൊ എല്ലാവരും ഉള്ളപ്പോൾ നല്ല രസമാണ് എല്ലാവരും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട്. പുതിയ കളിയാണ്, പുതിയ കളി. രാവിലെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല? എന്റെ അടുത്തൊക്കെ ഇടുന്നായിരുന്നില്ലേ രാവിലെ? ഒക്കെ ഇതായിരുന്നു കളി.
അത് കഴിഞ്ഞിട്ട് വെല്ലിച്ച ഉണ്ണീനെ എടുത്തുട്ട് അപ്പൊ വെല്ലിച്ച മുഖം കാണിക്കാണ്ട് ഇങ്ങോട്ട് തിരിച്ചിരുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയേക്കാണ് കേട്ടോ. അപ്പൊ പിന്നെ അങ്ങനെ മുഖം കണ്ടാലാണ് നമുക്ക് അറിയാൻ തുടങ്ങുക. പിന്നെ ഇതേ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ് രണ്ടെണ്ണം വന്നിട്ട് ഇത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി പറയണ്ട വേഗം റെഡിയാവും, നിങ്ങൾ ഇല്ലയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചു ഭയങ്കര കരച്ചിലായിട്ടോ, വെലിച്ചിനെ കണ്ടതും ഭയങ്കര കരച്ചിലായി പാദർഷായിട്ട് എടുത്തു കേട്ടാ. അങ്ങനെ ഇത് എണ്ണിപ്പറക്കിയിട്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് ഓർത്തോർത്ത് കരയായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് നോക്കുക, പിന്നെ കരയുക, അതന്നെയായിരുന്നു. എനിക്കറിഞ്ഞൂടാട്ട് ഇവൻ എന്തെങ്ങനെയെന്ന് ചില സമയത്ത് മാത്രം അവൻ ഇങ്ങനത്തെ ഒരു കുറഞ്ഞ സ്വഭാവം ഉണ്ട്. പിന്നെ ഇത് ആദർശയുടെ അങ്ങനെ മുകളിലൊക്കെ പോക്കി ഇങ്ങനെ കളിപ്പിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മുഖത്ത് നോക്കി ചിരി വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അവ അങ്ങനെ കരയാളെ ഒരു തയ്യാറെടുപ്പിലാണ് അവന്റെ നിപ്പ് കേട്ടാ. അങ്ങനെ പിന്നെ ചേട്ടൻ നിലത്തല്ല നമ്മുടെ കട്ടിലുമ കിടത്തി കളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കാട്ടണത് അവന് ഭയങ്കര ഇഷ്ടാട്ടോ. ഇതിന്റെ ഒപ്പം ചേട്ടൻ ചെയ്യണതിന്റെ ഒപ്പം തന്നെ അവനും കിടന്ന് ചാടുട്ടാ. അങ്ങനെ നമ്മൾ ആദർശന്റെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആദർശന്റെ പ്രാന്താത്, അങ്ങനെയൊക്കെയായിട്ട് കാണിക്കുക. കണ്ടോ എന്തൊക്കെയോ കാണിക്കുന്നിട്ട് അതിനെ. പിന്നെ ചേച്ചിയിട്ട് ഈ ഡ്രസ്സിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവരുടെയും കോംപ്ലിമെന്റ് ഉണ്ടായിരുന്നേ. അതുവിന് വേണം, മാളുവിന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അവള് മാക്സിന്ന് എടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ വർത്താനം പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഇത് പോകാൻ വേണ്ടി റെഡി ആവണം. നമ്മൾ കിച്ചുവിനെ കൊണ്ടുപോകണില്ല കേട്ടോ, നല്ല മഴയല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ റെയിൻകോട്ട് ഇട്ടിട്ട് മഴയത്ത് കളിക്കാനാണ് പോകുന്നത്. അപ്പൊ കിച്ചുവിനെ കൊണ്ടുപോകുന്ന കാര്യം പോസിബിൾ അല്ലല്ലോ. അപ്പൊ ഇവൻ എന്തായാലും ഇവിടെ അമ്മയുടെ അടുത്താക്കിയിട്ട് പോവാണ് ചെയ്യാട്ടപ്പയ്ക്ക്. ഇവനെ കൊണ്ടുപോകാതെ പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ ആദ്യം തേജപ്പനും കൂടിയുള്ള ഗുസ്തിയാണ് കാണുന്നത്. അപ്പോഴേക്കും നമ്മൾ റെയിൻകോട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടോ. ദേവൂട്ടിനൊക്കെ പോയിട്ട് പാപ്പൻ്റെ അവിടെ നിന്നൊക്കെ റെയിൻകോട്ടൊക്കെ എടുത്ത് വന്നു. പിന്നെ 3 റെയിൻകോട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ ഇതേ മാളൊക്കെ റെയിൻകോട്ട് ഇട്ടിട്ടാട്ടോ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വണ്ടിയിലൊക്കെ ഇരുന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ വെലിച്ചിന്റെ വീട്ടിൽ പോയിട്ട് കിരൺചാണ്ടിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ കിരൺചാണ്ടിന്റെ അടുത്ത് കോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ആ കോട്ട് ഇട്ടിട്ട് അങ്ങനെ വന്നു. അങ്ങനെ കിരൺചാട്ടനും ആദർശാട്ടനും ഫ്രണ്ടിൽ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇരുന്നു. പിന്നെ ഇത് നമ്മളെല്ലാവരും ബാക്കിലിരുന്നു. ദേവുട്ടനും നമ്മുടെ തേജപ്പനും ബാക്കിൽ ഡിക്കിയിലായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതെല്ലാവരും നല്ല ചില്ലായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഏത് സ്പോട്ടിലാണ് കളിക്കേണ്ടതെന്ന് നമുക്കൊരു പിടുത്തമായിട്ടില്ല. ആദ്യം നമ്മൾ വിചാരിച്ചത് വെലിച്ചിന്റെ അവിടുത്തെ പാടത്ത് പോയി കളിക്കാന്നൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ അമ്പലപുരത്ത് പോയി. അമ്പലപുരത്ത് പോയപ്പോൾ അവിടെ ഓൾറെഡി തിരക്കുള്ള സ്ഥലമാണ്. മഴയാണെങ്കിൽ കൂടിയിട്ട് മെയിൻ റോഡാണല്ലോ. അപ്പോൾ എപ്പോഴും വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മക്കളൊക്കെ ഉള്ള കാരണം നമുക്ക് അവിടെ നിന്ന് കളിക്കേണ്ട കാര്യം കുറച്ച് പോസിബിൾ അല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അരിമ്പാട് എത്തിയപ്പോൾ എന്താ പറയുക റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ണികൾക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ എങ്ങോട്ടാ പോവാന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. പിന്നെയാണ് നേരെ നമ്മുടെ ചെങ്കാവിൻ്റെ അവിടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ആകുമ്പോൾ കുറച്ച് സേഫാണ്. ഈ ഒരു റോട്ടിക്ക് അധികം വണ്ടികളോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ അമ്പലത്തേക്ക് പോകുന്നവർ മാത്രമാണ് ഈ ഒരു വഴിക്ക് വരാറ്. അപ്പൊ നമ്മളിവിടെ വന്നപ്പോൾ ട്രെയിൻ പോണു. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ. നമ്മളിപ്പോൾ ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് വന്നേക്കുന്നത് നമ്മുടെ അഞ്ജനയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ആദർശാന്റെ പിറന്നാളിൻ്റെ ഒന്നും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിട്ടോ. ഇപ്പോൾ ഇവിടെ ഇപ്പം മഴ പെയ്യുന്നുണ്ട്, നല്ല വൈബായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. ഇന്ന് വിനീഷാനെ കണ്ട് ചിരിച്ച് മനുഷ്യന്റെ ഊപ്പാട് ഇളകിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ റെയിൻകോട്ട് ലെങ്ത് ഉണ്ടായിരുന്നു. വിനീഷാന്റെ റെയിൻകോട്ട് മാത്രം ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചിട്ട് വിനീഷാനെ വെച്ച് ഫുൾ ട്രോളായിരുന്നു കേട്ടോ. പിന്നെ ഇതേ കുട്ടികളൊക്കെ അവിടെ ഫുള്ള് കളിക്കായിരുന്നു കേട്ടോ, ദേവൂട്ടനും നമ്മുടെ തേജപ്പനും കൂടിയിട്ട്. അങ്ങനെ കുറെ നേരം നമ്മളെല്ലാവരും കൂടിയിട്ട് മഴയത്ത് ചില്ലായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു. പിന്നെ എടുത്ത വീഡിയോസ് ഒക്കെ സെറ്റാണോ നോക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ എടുത്ത് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന്റെ ഇത് മനസ്സിലാക്കുക. അയ്യോ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അപ്പൊ തന്നെ നോക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഇത് ചേച്ചിയും ആളോ കൂടിയിട്ട് വേറെ ഡാൻസ് കളിച്ചു. പിന്നെ ഇത് വിനീഷേട്ടന് നമ്മുടെ വണ്ടിയുടെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കാണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ചേച്ചിയും മാളും അതൊക്കെ കൂടിയിട്ട് ഡാൻസ് കളിക്കാൻ എന്ന് വിചാരിച്ചോട്ടെ. എനിക്ക് കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് കുറെ നേരം ഇവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ക്ഷീണം പോലെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ പോയില്ല. പിന്നെ ഇവരൊക്കെ ഡാൻസ് കളിച്ച് പഠിക്കട്ടെ, ഇനി ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയോണ്ട് നിൽക്കാനിട്ട് ആദർശമായിട്ട് നമ്മുടെ മാളുമ്പോൾ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അതുവരെ നമ്മൾക്ക് ഭയങ്കര സ്റ്റേജ് ഫിയറും ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര ചടപ്പുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം മുപ്പത്തിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരവിടെ ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ആദർശാനും കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുട്ടാ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാ. അപ്പൊ നമ്മൾ ഈ മഴയത്ത് ആദ്യം പോകണമെന്ന് വിചാരിച്ചു. മഴയത്ത് റെയിൻകോട്ട് ഇട്ടെങ്കിൽ കൂട്ടിയിട്ട് ഞാനൊക്കെ ആകെ നനഞ്ഞ് പിണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു വേഷത്തിൽ തന്നെ അങ്ങോട്ട് പോകുന്നു. അപ്പൊ നമ്മളിപ്പോൾ വന്നേക്കുന്നത് നമ്മൾ സ്ഥിരം മന്തി കഴിക്കാൻ വരുന്ന ഷോപ്പിക്ക് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേവറേറ്റ് ഉള്ള ഒരു പ്ലേസ് ആണ്. മന്തി കഴിക്കാൻ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെയാണ് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ 9 പേരുണ്ടല്ലോ. അപ്പൊ 9 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് അവരെന്തായാലും സെറ്റാക്കി തരാന്ന് പറഞ്ഞു. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന മറ്റേ ടേബിളൊക്കെ വലിച്ചിട്ടിട്ട് സെറ്റായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഇരിക്കാൻ പറ്റിയിട്ടോ. അപ്പൊ നമ്മുടെ തേജപ്പനും ദേവൂട്ടനും കൂടിയിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ.
കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ ഫോൺ നോക്കിയിരിക്കുകയാണ്. ചേച്ചി സ്പോട്ടിൽ തന്നെ നമ്മൾ കളിച്ച വീഡിയോ എഡിറ്റ് ചെയ്യണ പരിപാടി കേട്ടോ. ഞാനൊക്കെ വെറുതെ മീശോ നോക്കിയിരിക്കുകയാണ്. മാളും അതും കൂടിയിട്ട് അവിടെ എന്തൊക്കെ നോക്കിയിരിക്കുകയാണ്. ആദർശമായിട്ട് ഇതേ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ സംഭവം ഇത്രയും പേർക്ക് സെറ്റാക്കി എടുക്കണ്ടേ. നമ്മൾ അൽഫാം മന്തി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കൂല. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടേതായ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. അതിങ്ങനെ കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. സത്യം പറയാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇലയുടെയൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇത്രയും നേരം മഴയത്ത് നിന്ന് ചാടിത്തുള്ളിയപ്പോൾ കുറച്ച് ശേഷം വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വിനീഷാണ്ടും കിരിഞ്ചാണ്ടും പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. ഞാനവിടെ വേറെ എന്തോ കുളിക്കെന്തോ പരിപാടിയിലായിരുന്നു. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ കിച്ചപ്പം കലമ്പാക്കി എന്നാണ് അമ്മ പറഞ്ഞ്. ഞങ്ങൾ വരുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കണ്ടോ സുന്ദരിയാണ്. ഇപ്പൊ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. മരുന്നൊക്കെ കുടിച്ച് ആള് ഡ്രസ്സൊക്കെ മാറ്റി. ഇനിയിപ്പോ എന്താ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങും കേട്ടോ. അതാണ് ഇവനെ കൊണ്ടാതെ പോയാലുള്ള പ്രശ്നം. ഇവൻ കുറച്ചു നേരം നിൽക്കും, പിന്നെ അവൻ ഭയങ്കര കരഞ്ഞലമ്പാക്കും. അപ്പൊ എനിക്ക് കൊണ്ടുപോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ നല്ല മഴയായിരുന്നു. ഞങ്ങൾ മഴയത്ത് മറ്റൊരു ഡാൻസ് എടുക്കാന്നൊക്കെ വിചാരിച്ച് വെറുതെ അങ്ങനെ പോയതായിരുന്നു. അപ്പൊ എന്തായാലും പിന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേഗം വിളിച്ചപ്പോൾ ഇവിടെ പോകുന്നു കേട്ടോ. ഫുഡൊക്കെ വെച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നേ. എന്തോ ഭാഗ്യത്തിന് ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ നിൽക്കുമ്പോഴാണ് അമ്മ വിളിച്ചിട്ടുണ്ടായത്. അപ്പൊ പിന്നെ വേഗം ഇങ്ങോട്ട് പോകുന്നു. അച്ഛന് നോക്ക്. പട്ടിക്കുട്ടിയെ പോവാട്ടോ. ബൈ. ബൈ. നേരത്തെ വീഡിയോയിൽ എന്റെ ഫേസ് കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. കണ്ണുമ്മ ആകെ കൺമേശൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. ബൈ.